എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ എന്നുള്ള മൊഡ്യൂളിൽ ഉള്ള ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 6ാം അധ്യായമായ അലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആകെ ഒരു ചാപ്റ്റർ മാത്രമാണ് നമുക്ക് ഹൈഡ്രജൻ ഓക്സിജൻ എന്നുള്ള ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നമുക്ക് വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്ന 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്ന് എനിക്ക് അനലിറ്റിക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്താണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 6ാമത്തെ അധ്യായമായ അലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കുറേ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് പാരഗ്രാഫിൽ കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതല്ല. ഇതിലുള്ള ഈ ചോദ്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ മുൻ ചാപ്റ്ററിലും മുൻ മൊഡ്യൂളുകളിലൊക്കെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തതാണ്. മൂലകങ്ങളെ നമ്മൾ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അപ്പം മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാരാണ്? ലവോസിയാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ. ലവോസിയാണ് മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ 2 വിധത്തിലായിട്ട് തരംതിരിച്ചത്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ ഒന്നുകൂടി റിമൈൻഡ് ചെയ്തു എന്നുള്ളൂ. നമ്മുടെ അറിവുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ആവർത്തിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നതല്ല, അത് എത്രത്തോളം പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്ര മുന്നിൽ വരും എന്നത് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണം ഒന്നുമില്ല, കൃത്യമായ എണ്ണമല്ല. നിങ്ങൾക്ക് എത്ര റിവിഷൻ ചെയ്യാൻ കഴിയുമോ അത്രയും നിങ്ങൾ റിവിഷൻ ചെയ്യുക. നമ്മളെല്ലാം പഠിക്കണമെന്നില്ല, പക്ഷെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായി റിവിഷൻ ചെയ്തു പോകണം. കാരണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓപ്ഷനിൽ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം നല്ലോണം റിവിഷൻ ചെയ്താൽ എന്താ വെച്ചാൽ നമുക്കതിൽ 2ഓ 3ഓ ഓപ്ഷനൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും. കാരണം അത് തെറ്റാണ് എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ പഠിച്ചതായിരിക്കും ആ 2 എണ്ണം. ബാക്കി 2 എണ്ണേ നമുക്ക് പഠിക്കാത്തത് ഉണ്ടാവുള്ളൂ. ചിലതിലാണെങ്കിലോ 3 എണ്ണം നമ്മൾ പഠിച്ചതായിരിക്കും, ഒരെണ്ണേ പഠിക്കാത്തത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് മൈനസ് ഒഴിവാക്കാൻ ഒരുപാട് ഉപകാരം ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്ര പഠിക്കുന്നു എന്നല്ല, പഠിച്ച കാര്യങ്ങൾ എങ്ങനെ എത്ര റിവിഷൻ ചെയ്ത് തറാക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് പരീക്ഷകളിൽ നമ്മുടെ മുന്നേറ്റം. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. അപ്പോൾ മൂലകങ്ങളെ നമ്മളെ അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി മുകളിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ചോദ്യം വരുന്നത്, വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകൾ രസകരമായ കാഴ്ചയല്ലേ, ഏത് വാതകമാണ് അതിൽ നിറച്ചിരിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞാളൂ. ഈ ബലൂണുകളിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ ഏത് വാതകമാണ്? ഹൈഡ്രജൻ ബലൂണാണ്. ഹൈഡ്രജൻ വാതകങ്ങളാണ്. കണ്ടോ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, ഇത് ഹൈഡ്രജൻ നിറച്ച ബലൂണുകളാണ്. അപ്പോൾ അതുകൊണ്ടാണത് ഹൈഡ്രജന് ഭാരം കുറവായതുകൊണ്ട് അത് ഭൂമിയിൽ നിൽക്കില്ല, അതിങ്ങനെ ഉയർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത ചോദ്യം, ശ്വസനാവശ്യങ്ങൾക്കായി ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഏത് വാതകമാണ്? ശ്വസനാവശ്യങ്ങൾക്കായി ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്നത് ഏത് വാതകമാണ്? അതിൻ്റെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഓക്സിജനാണ് നമ്മൾ ആവശ്യങ്ങൾക്കായിട്ട് ഹോസ്പിറ്റലുകളിൽ സിലിണ്ടർ നിറച്ചിരിക്കുന്ന വാതകം. ഇനി പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായി ടയറുകളിൽ നിറക്കുന്ന വാതകം ഏതാണ്? പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായി ടയറുകളിൽ നിറക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ വാതകമാണ്. നൈട്രജൻ ടയർ ഇൻഫ്ലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ടയറിലേക്ക് കാറ്റടിക്കുന്ന ഫോട്ടോ ഉണ്ട്. അപ്പോൾ ടയറുകളിൽ കാര്യക്ഷമത കൂട്ടുന്നതിന് വേണ്ടി ടയറുകളിൽ നിറക്കുന്ന വാതകം ഏതാണ്? നൈട്രജനാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ 3 പോയിൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകൾ നിറച്ചത് ഹൈഡ്രജനാണ്.
ശ്വസനാവശ്യങ്ങൾക്ക് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായി ടയറുകളിൽ നിറക്കുന്ന വാതകം നൈട്രജനാണ്. ഇത് ബേസിക് കാര്യങ്ങളാണ്, ഓർത്ത് ഇരിക്കുക. നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും SCRT വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ടയറുകളിൽ നിറക്കുന്ന വാതകം ഏതാണ്, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായി വാഹനത്തിൻ്റെ ടയറുകളിൽ നിറക്കുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം നമ്മൾ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, SCRT വായിക്കുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ വരികൾക്ക് ഇടയിലൂടെ തന്നെ വായിക്കണം. ഈ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ എല്ലാം തന്നെ അലോഹങ്ങളാണ്. ലോഹങ്ങളെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഏതാനും അലോഹങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ, ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? അലോഹങ്ങളാണ്. അപ്പോൾ ലോഹങ്ങളെ പോലെ തന്നെ എന്താണ്? അലോഹങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അലോഹങ്ങൾ എന്നാണ്. അപ്പോൾ നമുക്ക് അറിയാം, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതും അലോഹങ്ങളെ കുറിച്ചാണ്. ഇനി പ്രധാനപ്പെട്ട പോയിൻ്റാണ്, എത്ര ശതമാനമാണ് നമുക്ക് ഇവിടെ വാതകങ്ങൾ ഉള്ളത് എന്നുള്ളത്. അന്തരീക്ഷ വായുവിൽ എത്ര ശതമാനമാണ് വാതകങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാന പോയിൻ്റാണ്. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. ഇത് നമ്മൾ മുന്നേ ഒരു മൊഡ്യൂളിൽ പഠിച്ചതാണ്, എങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ റിവിഷൻ എത്ര ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഉപകാരം ഉണ്ടാകും. അപ്പോൾ നൈട്രജൻ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജനാണ്. 78.08%. ഈ നൈട്രജൻ പറയുമ്പോൾ തന്നെ നൈട്രജൻ്റെ പ്രത്യേകത എന്താണ്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? നൈട്രജനാണ്. അപ്പോൾ ഈ നൈട്രജനെ സസ്യങ്ങൾക്ക് എന്ത് ചെയ്യും? നേരിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റൈസോബിയം പോലുള്ള ബാക്ടീരിയകൾ എന്ത് ചെയ്യും? നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റിയിട്ട് അങ്ങനെ അത് മണ്ണിൽ ലയിച്ച് അങ്ങനെയാണ് അത് സസ്യങ്ങളിലേക്ക് എത്തുന്നത്. ഇത് നമ്മൾ പറഞ്ഞതാണ്. പയറ്, മുതിര എന്നിവയിലേക്കുള്ള റൈസോബിയം ബാക്ടീരിയ, അത് നമ്മൾ ആ ബയോളജിൻ്റെ പാർട്ട് പറഞ്ഞപ്പോൾ അവിടെ വിശദമായിട്ട് പറഞ്ഞതാണ്. എങ്കിലും റിമൈൻഡ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ. നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതലുള്ളത് ഓക്സിജനാണ്, 20.95%. പിന്നെ ആർഗൺ 0.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.038%, മറ്റുള്ളവ 0.032%. നമ്മളെ മുന്നത്തെ മൊഡ്യൂളിൽ നമ്മൾ ഇത് ഓരോ മൂലങ്ങളും എത്ര ശതമാനം എന്നതിൽ ഈ മറ്റുള്ളവ എന്നതിന് പകരം ബാക്കിയുള്ള ആർഗൺ, ബാക്കിയുള്ള മൂലങ്ങളുടെയൊക്കെ പേര് എത്ര ശതമാനം എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കോളം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചാർട്ടായി കഴിഞ്ഞാൽ ഡയഗ്രാം ആക്കിയാൽ ഇങ്ങനെയാണ്. നൈട്രജനാണ് ഏറ്റവും കൂടുതൽ, പിന്നീട് ഓക്സിജനാണ്, പിന്നെ ആർഗൺ, സിനോൺ, നിയോൺ, ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെ ഉള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒരേ ഒരു കാര്യമാണ് ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ് എന്ന് ആദ്യത്തെ ചോദ്യം. അതേതാണ്? നൈട്രജനാണ്. ആഹാര പദാർത്ഥങ്ങളിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇതും ബയോളജിൻ്റെ പാർട്ടിൽ പഠിച്ച കാര്യങ്ങളാണ്, പക്ഷെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ ആഹാര പദാർത്ഥങ്ങളിലെ ഘടകമൂലങ്ങളാണ്: ഒന്നാമത്തേത് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തെ പ്രോട്ടീന്, മൂന്നാമത്തെ കൊഴുപ്പ് അഥവാ ഫാറ്റ്. ഇത് എന്താണ്? ആഹാര പദാർത്ഥങ്ങളിലെ ഘടകമൂലങ്ങളാണ്. ഇനി ഇതിലെന്തൊക്കെ വാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആഹാര പദാർത്ഥത്തിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? അന്നജം, പ്രോട്ടീന്, കൊഴുപ്പ്. അപ്പോൾ അതിൽ അന്നജത്തിലുള്ളത് ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് അന്നജത്തിലുള്ളത്. ഇംഗ്ലീഷിൽ പേര് കാർബോഹൈഡ്രേറ്റ് എന്നാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റിലുള്ളത് ഏതാണ്? ധാന്യകം എന്നും കൂടി പറയും. ഈ അന്നജത്തിന് ധാന്യകം എന്നും കൂടി പറയും. അപ്പോൾ അതിന് കാർബോഹൈഡ്രേറ്റിലുള്ളത് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി പ്രോട്ടീനിലാണെങ്കിലോ ഈ മൂന്നിൻ്റെ പുറത്ത് നൈട്രജൻ കൂടിയുണ്ട്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൂടാതെ നൈട്രജൻ കൂടിയുള്ളതാണ് എന്ത്? പ്രോട്ടീൻ. കൊഴുപ്പിലാണെങ്കിലോ കൊഴുപ്പിലും നമ്മളെ അന്നജത്തിലെ അതേ കണ്ടൻറ്റ് തന്നെയാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ അന്നജത്തിലും കൊഴുപ്പിലും ഒരേ കണ്ടൻറ്റാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി പ്രോട്ടീനിലാണെങ്കിൽ നൈട്രജൻ കൂടി അധികം വരും.
അത്ര നോട്ട് ചെയ്ത് വെക്കുക. ഇനി പ്ലാസ്റ്റിക്കുകളിലെ ഘടകമൂലങ്ങൾ നോക്കാം. PVC അതുപോലെ പോളിത്തീൻ. PVCയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? PVCയുടെ പൂർണ്ണരൂപം എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ്. പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ് PVCയുടെ പൂർണ്ണരൂപം. അതിലെ ഘടകമൂലങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. ഇനി പോളിത്തീൻ ആണെങ്കിലോ കാർബൺ, ഹൈഡ്രജൻ. അപ്പോൾ പോളിത്തീൻ ഷീറ്റും PVCയും. PVCയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും ക്ലോറിനുമാണെങ്കിൽ പോളിത്തീനിലാണെങ്കിലോ കാർബണും ഹൈഡ്രജനും മാത്രമാണ്. പോളിത്തീനിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഘടകമൂലങ്ങൾ കാർബണും ഹൈഡ്രജനാണ്. എന്നാൽ PVCയിൽ പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVCയിലെ ഘടകമൂലങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജന് പുറമെ ക്ലോറിൻ കൂടിയുണ്ട്. അപ്പോൾ ഈ കാർബൺ, ഹൈഡ്രജൻ നമുക്ക് എല്ലാത്തിലും വരുന്നുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ എന്നിവയെല്ലാം എന്താണ്? അലോഹങ്ങളാണ്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല വ്യാവസായിക രംഗത്തും എന്തുണ്ട്? അലോഹങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ജീവൽ പ്രവർത്തന രംഗത്ത് മാത്രമല്ല എവിടെയൊക്കെ ഉണ്ട്? വ്യാവസായിക രംഗത്തും എന്തുണ്ട്? അലോഹങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇനി നമ്മൾ ആദ്യത്തേതാണ് പഠിക്കുന്നത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ വാതകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? നമ്മളോട് ചോദിക്കുകയാണ്, ഹൈഡ്രജൻ വാതകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഏതാണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ വാതകത്തെക്കുറിച്ച് എന്തൊക്കെയാണ്? സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഏതാണ്? ഹൈഡ്രജനാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. അതുപോലെ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിലും ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എന്താണ്? ഒരു പ്രധാന സംയുക്തമാണ്. ജലം, ജൈവ വസ്തുക്കളിൽ ധാരാളമായി ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രജൻ എന്താണ്? ഒരു പ്രധാന സംയുക്തമാണ്. ജലം അതുപോലെ ജൈവ വസ്തുക്കൾ എന്നിവയിൽ ഹൈഡ്രജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നക്ഷത്രങ്ങളിൽ അതുപോലെ സൂര്യനിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. അതുപോലെ അന്തരീക്ഷ വായുവിൽ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ ഹൈഡ്രജൻ കാണപ്പെടുന്നു. പിന്നെ ഹൈഡ്രജൻ എന്താണ്? ഒരു പ്രധാന സംയുക്തമാണ്. ഹൈഡ്രജൻ്റെ പ്രധാന സംയുക്തമാണ് എന്ത്? ജലം. ഹൈഡ്രജൻ്റെ പ്രധാന സംയുക്തം ഏതാണ്? ജലം. പിന്നെ ജൈവ വസ്തുക്കളിലും എന്ത് കാണുന്നുണ്ട്? ഹൈഡ്രജൻ കാണപ്പെടുന്നുണ്ട്. ഹൈഡ്രജൻ്റെ പ്രധാന സംയുക്തം ഏതാണ്? ജലമാണ്. അപ്പോൾ ജലം ഹൈഡ്രജൻ്റെ ഒരു പ്രധാന സംയുക്തമാണ്. ജൈവ വസ്തുക്കളിൽ നിന്ന് ധാരാളമായിട്ട് എന്തുണ്ട്? ഹൈഡ്രജൻ കാണപ്പെടുന്നുണ്ട്. ഇനി ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ എന്ത്? ഹൈഡ്രജൻ കണ്ടെത്തിയത്. പ്രധാന പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. കത്തുന്ന വായു അഥവാ ഇൻഫ്ലേമബിൾ എയർ എന്നാണ് അദ്ദേഹം എന്ത്? ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത്. ജലമുണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ നിന്നാണ് എന്ത്? ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷാണ് 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം എന്ത്? ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത്. ഇൻഫ്ലേമബിൾ എയർ. അപ്പോൾ കത്തുന്ന വായു ആണ് എന്ത്? ഹൈഡ്രജൻ. ഇൻഫ്ലേമബിൾ എയർ എന്നാണ് അദ്ദേഹം ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ കണ്ടെത്തിയപ്പോൾ ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത്. ഇനി ഹൈഡ്രജൻ എന്ന വാക്ക് വന്നത് എവിടെ നിന്നാണ്? ഹൈഡ്രോജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന വാക്ക് വന്നത്. ഹൈഡ്രോജീൻസിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉണ്ടാക്കുന്നത്. ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ഹൈഡ്രജൻ എന്ന പദം ഉണ്ടായത്. അപ്പോൾ ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചു. കത്തുന്ന വാതകം അഥവാ ഇൻഫ്ലേമബിൾ ഗ്യാസ് എയർ എന്ന് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചു. ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്നതിൽ നിന്നാണ് എന്ത്? ഹൈഡ്രജൻ ഉണ്ടായത്. ഇനി ഹൈഡ്രജൻ നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാബിൽ പരീക്ഷണങ്ങൾ ചെയ്യാനാണ് പഠിക്കുന്ന കുട്ടികൾക്ക്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുക? 5 മില്ലി
നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് അല്പം സിങ്ക് തരികൾ ഇടുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് എന്ത് ചെയ്യുക, കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവരിക. അപ്പോൾ എന്താ സംഭവിക്കുക, ചെറിയൊരു പൊട്ടൽ ശബ്ദത്തോടെ വാതകം കത്തും. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. രാസപ്രവർത്തനത്തിൽ സമീകരിച്ച സമവാക്യം എങ്ങനെയായിരിക്കും? സിങ്ക് പ്ലസ് 2 ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഈക്വൽ ടു സിങ്ക് ക്ലോറൈഡ് അതുപോലെ ഹൈഡ്രജൻ. അപ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമായി മാറും. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സിങ്ക് തരികൾ ഇട്ടാൽ എന്ത് ചെയ്യും, സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമായിട്ട് മാറും. ഈ രാസപ്രവർത്തനത്തിലെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഏതൊക്കെയാണ്? ഇതിങ്ങനെ കുട്ടികളോട് നോട്ട് ചെയ്യാനാണ്, അവിടെയൊന്നുമില്ല. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റം വന്നു ചേരുന്നു. ഇത്തരത്തിൽ ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദേശ പ്രവർത്തനങ്ങൾ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. പ്രധാന പോയിൻ്റ് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ എന്ത് ചെയ്യും, സിങ്ക് തരികൾ ഇടുമ്പോൾ എന്ത് ചെയ്യും, ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യും, അവിടെ സിങ്കുകൾ വന്നു ചേരും. ഈ ഒരു പ്രക്രിയ. അതുപോലെ ഇങ്ങനെ ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അതായത് ഒന്നിനെ മാറ്റി ഒന്ന് വരിക, ആദേശം ചെയ്യുക. മലയാള വാക്കാണ് ആദേശം എന്നുള്ളത്. മലയാളത്തിൽ നമ്മൾ ആദേശസന്ധി എന്ന് പറയുമല്ലോ, ഒരു വാക്ക് മാറിയിട്ട് അവിടെ പുതുതായിട്ട് ഒന്ന് വരും അല്ലെങ്കിൽ കൂടി ചേർന്നിട്ട് ഒന്ന് വരുന്നതാണ് എന്ത്? ആദേശസന്ധി എന്ന് പറയുന്നത്. അതുപോലെയാണ് ആദേശം. അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, സിങ്ക് ക്ലോറൈഡായി മാറും. ഇതുപോലെ എന്താണ്, അപ്പോൾ ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനമാണെന്ത്? ആദേശ പ്രവർത്തനങ്ങൾ. ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. റിയാക്ഷൻസ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. ലോഹങ്ങളും നേർപ്പിച്ച ആസിഡുകളുമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ആദേശ രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ലോഹങ്ങളും നേർപ്പിച്ച ആസിഡുകളുമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇവിടെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാവും. നമ്മൾ സിങ്കും അതുപോലെ എന്തായി സൾഫ്യൂരിക് ആസിഡും ഇതാക്കിയാൽ എന്തായി, സിങ്ക് സൾഫേറ്റും അതുപോലെ ഹൈഡ്രജനായി മാറും. ഇങ്ങനെ ഏത് ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെയൊക്കെ ഹൈഡ്രജനെ സ്വതന്ത്രമാക്കി ആ സ്ഥാനത്തേക്ക് ഈ മെറ്റൽസ് അതുപോലെ ഈ ലോഹങ്ങൾ എന്ത് ചെയ്യും, കയറി വരുന്നു. അപ്പോൾ ഇതാണ് ആദേശ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം. അതിൻ്റെ രാസസമവാക്യങ്ങളാണ് ഇത്. ഈ രാസസമവാക്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഓരോന്നും ഇടുമ്പോൾ ഇനി ആദേശ പ്രവർത്തനത്തിൻ്റെ മറ്റു ഉദാഹരണങ്ങൾ, ഇപ്പോൾ ഇതുവരെയൊക്കെ ഹൈഡ്രജൻ്റെ പറഞ്ഞു, മറ്റു ഉദാഹരണങ്ങൾ സിങ്കും കോപ്പർ സൾഫേറ്റും ഒക്കെ ചേർക്കുമ്പോഴുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ കോപ്പറുമായിട്ട് മാറും, സിങ്ക് സൾഫേറ്റായിട്ട് മാറും എന്നുള്ളതൊക്കെ നോക്കുക. ഇതുപോലെ ഈ രാസസൂത്രങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഹൈഡ്രജൻ്റെ ചില രാസപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈഡ്രജൻ്റെ ചില രാസപ്രവർത്തനങ്ങൾ. ഒന്നാമത്തേതാണ് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള പ്രവർത്തനം. അപ്പോൾ ഹൈഡ്രജൻ്റെ ചില രാസപ്രവർത്തനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് എന്ത്? ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള പ്രവർത്തനം. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ എന്താണ്? ജലം ഉണ്ടാകും. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് ജലം. താപമോചക പ്രവർത്തനമാണ്. അപ്പോൾ ഈ പ്രവർത്തനത്തെ എന്താണ് പറയുന്നത്? താപമോചക പ്രവർത്തനമാണ്. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മിശ്രിതത്തിൽ കൂടി വൈദ്യുത സ്ഫുലിംഗങ്ങൾ അഥവാ ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിട്ടാലും ജലം ലഭിക്കും. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ലഭിക്കുന്നതാണ് ജലം. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തിയാൽ ജലം ലഭിക്കും. അതുപോലെ ഇലക്ട്രിക് സ്പാർക്കുകൾ കടത്തിവിട്ടാലും ജലം ലഭിക്കും. അതിൻ്റെ രാസസൂത്രമാണ് 2H2 + O2 ആകുമ്പോൾ 2H2O + താപം.
അപ്പോൾ താപമോചക പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്താണ്? താപമോചക പ്രവർത്തനമാണ്. താപം സ്വതന്ത്രമാകുന്ന അവസ്ഥയാണ്. അതുപോലെ എന്ത് ചെയ്യും? ഹൈഡ്രജനും അവിടെ എന്ത് ലഭിക്കുന്നു? ജലം ലഭിക്കുന്നു. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും തന്മാത്രകൾ സംയോജിച്ചാണ് ജലം ഉണ്ടാകുന്നത്. ഇങ്ങനെ രണ്ടോ അതിലധികമോ ലഘു പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംയോജന രാസപ്രവർത്തനങ്ങൾ അഥവാ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ ലഘു പദാർത്ഥങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണെന്ത്? സംയോജന രാസപ്രവർത്തനം. അപ്പോൾ സംയോജിച്ചുണ്ടാകുന്ന രാസപ്രവർത്തനം സംയോജന രാസപ്രവർത്തനം. അപ്പോൾ സംയോജന രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് എന്ത്? ജലം. അത് ഹൈഡ്രജൻ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നത്. താപമോചക പ്രവർത്തനത്തിന് ഉദാഹരണമാണ്, സംയോജക രാസപ്രവർത്തനത്തിനും ഉദാഹരണമാണ്. ഇനി ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള പ്രവർത്തനം എന്താണ്? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാക്കുന്നു. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ചുകൊണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി പ്രവർത്തിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സംയോജിച്ചുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നത്. അതിൻ്റെ രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്, രാസസൂത്രം ഇവിടെ തന്നിട്ടുണ്ട്. H2+Cl2 സൂര്യപ്രകാശത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? 2HCl ഉണ്ടാവും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും. ഇനി സംയോജന പ്രവർത്തനങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. രാസസൂത്രങ്ങൾ ഇതുപോലെ ഓർത്തു വെക്കുക. N2+3H2 = 2NH3, 2Mg+O2 = 2MgO, H2+S = H2S, 2Na+H2 = 2NaH, CaO+H2O = CaOH2. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഹൈഡ്രജൻ ഇന്ധനമായി. ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു ഒരു കത്തുന്ന വാതകമാണ് എന്നുള്ളത്. അപ്പോൾ 1 ഗ്രാം വിവിധ ഇന്ധനങ്ങളുടെ ജ്വലനം മൂലമുണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് നമ്മൾ ഇവിടെ ഒരു ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രാഫ് നോക്കാം. അപ്പോൾ ജ്വലനം മൂലമുണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ, അപ്പോൾ ഹൈഡ്രജൻ എത്ര ഉണ്ട്? 143 ഡിഗ്രി ഉണ്ട്. അത് കഴിഞ്ഞാൽ മീഥൈലാണ് 56, പെട്രോൾ 48, കൽക്കരി 33, എഥനോൾ 30, മെഥനോൾ 23, കാർബോഹൈഡ്രേറ്റുകൾ 16, കാർബൺ മോണോക്സൈഡ് 10. അപ്പോൾ ജ്വലനത്തിലൂടെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? ഹൈഡ്രജനാണ്, 143 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കുറവ് താപം ഉൽപ്പാദിപ്പിക്കുന്നത് കാർബൺ മോണോക്സൈഡാണ്. നോട്ട് ചെയ്യേണ്ട 2 പോയിൻറ്റുകളാണ്. അപ്പോൾ ജ്വലനത്തിലൂടെ ഏറ്റവും കൂടുതൽ 1 ഗ്രാം പദാർത്ഥങ്ങൾ ജ്വലിച്ചാൽ എത്ര താപം ഉണ്ടാവും എന്നുള്ളതാണ് ഈ കോളത്തിൽ. അപ്പോൾ ജ്വലനത്തിലൂടെ ഏറ്റവും കൂടുതൽ താപം ഉണ്ടാക്കുന്നത് ഹൈഡ്രജനാണ്, കുറവുണ്ടാക്കുന്നത് കാർബൺ മോണോക്സൈഡുമാണ്. 1 യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന താപോർജ്ജമാണ് എന്ത്? ആ ഇന്ധനത്തിൻ്റെ കാലോറിക മൂല്യം. കാലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 യൂണിറ്റ് മാസ് ഇന്ധനം കത്തുമ്പോൾ, അതായത് 1 യൂണിറ്റ് മാസ് ഇന്ധനം കത്തുമ്പോൾ അല്ലെങ്കിൽ പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് എന്ത്? ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം. അപ്പോൾ ഇവിടെ കലോറിക മൂല്യം ഏറ്റവും കൂടിയത് ഏതാണ്? ഹൈഡ്രജനാണ്. ഏറ്റവും കുറവ് കാർബൺ മോണോക്സൈഡുമാണ്. അതിനാണ് ആ ചോദ്യം തന്നത്. അപ്പോൾ കാലോറിക മൂല്യം അഥവാ കാലോറിഫിക് വാല്യൂ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കാലോറിക മൂല്യം ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? ഹൈഡ്രജനാണ്. ഏറ്റവും കുറവ് കാർബൺ മോണോക്സൈഡിനാണ്. 1 യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന താപോർജ്ജത്തെയാണ് എന്തെന്ന്? ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഫ്യൂവൽ സെൽ എന്നുള്ള അതിൽ നോക്കാം. ഫ്യൂവൽ സെൽ ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് എന്ത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ. ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട്
പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ. ഇത്തരം സെല്ലുകൾക്കുള്ള ചില മേന്മകൾ എന്താണ്? മലിനീകരണം ഉണ്ടാവില്ല, ഉയർന്ന പ്രവർത്തനക്ഷമതയാണ്. ഫ്യൂവൽ സെല്ലുകൾ ഇപ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലും ഉപയോഗിച്ച് വരുന്നു. ഫ്യൂവൽ സെല്ലുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? അന്തർവാഹിനികളിലും അതുപോലെ ബഹിരാകാശ വാഹനങ്ങളിലുമാണ് എന്ത്? ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ സെല്ലുകൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ്? അന്തർവാഹിനികളിലും ബഹിരാകാശ വാഹനങ്ങളിലാണ് എന്ത്? ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ സെല്ലിൻ്റെ മേന്മകളാണ് മലിനീകരണം ഉണ്ടാവില്ല, ഉയർന്ന പ്രവർത്തനക്ഷമതയാണ്. ഇനി ഫ്യൂവൽ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് എന്ത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ. ഉപയോഗിക്കുന്നത് എവിടെയാണ്? അന്തർവാഹിനികളിലും ബഹിരാകാശ വാഹനങ്ങളിലും അതുപോലെ അന്തർവാഹിനികളിലുമാണ് ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യമാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്യൂവൽ സെല്ലുകൾ പറഞ്ഞു. അടുത്തതാണ് ഓക്സിജൻ എന്ന പ്രാണവായു. അപ്പോൾ പ്രാണവായു എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓക്സിജനാണ്. പ്രാണവായു ഹെഡിങ്ങിൽ തന്നെ ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇവിടെ ഒരു കോളത്തിൽ കുറച്ചും കൂടിയും കാര്യങ്ങളുണ്ട്, അതും കൂടി നോക്കാം. കോളം പറഞ്ഞു നമ്മളിപ്പോൾ ഇത്രയും മേന്മകൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രജനെ ഒരു ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ചില പരിമിതികളാണ് ഇതിന് കാരണം. ഹൈഡ്രജൻ സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന വാതകമാണ്. അപ്പോൾ ഇത് സംഭരിച്ച് വെക്കാനും വിതരണം ചെയ്യാൻ എന്താണ്? പ്രയാസമാണ്. അപ്പോൾ ഈ പരിമിതികൾ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത്? ഹൈഡ്രജൻ സാർവത്രിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത കുറവ്, പരിസര മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ എന്തിനു കഴിയും? ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നതിലൂടെ കഴിയും. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഓക്സിജൻ എന്ന പ്രാണവായു. അപ്പോൾ നമ്മളെ പ്രാണവായു എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓക്സിജനാണ്. പ്രാണവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണെന്ത്? ഓക്സിജൻ. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് ഓക്സിജൻ. അതുകൊണ്ടാണ് എന്ത്? പ്രാണവായു എന്ന് ഓക്സിജൻ അറിയപ്പെടാൻ കാരണം. അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ്റെ അളവ് ഒരു പരിധിയിൽ കുറയാതെ സ്ഥിരമായി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഓക്സിജൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നതിൽ സസ്യങ്ങളുടെ പങ്കിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്താണ്? ആ ബയോളജിയുടെ മൊഡ്യൂളിൽ പഠിച്ചതാണ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ്റെ അളവ് ഒരു പരിധിയിൽ കുറയാതെ സ്ഥിരമായി നിലനിൽക്കേണ്ടത് എന്താണ്? അത്യാവശ്യമാണ്. അതിന് സഹായിക്കുന്നത് ആരാണ്? സസ്യങ്ങളാണ്. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ മുൻ മൊഡ്യൂളുകൾ പഠിച്ചതാണ്. ഇനി പ്രകൃതിയിൽ ഓക്സിജൻ്റെ സാന്നിധ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. അപ്പം അന്തരീക്ഷത്തിൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. പാറകളിലും മണ്ണിലും ധാരാളം ഓക്സിജൻ സംയുക്തങ്ങളുണ്ട്. അതുപോലെ അന്തരീക്ഷ വായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം എന്തുണ്ട്? ഓക്സിജന് സ്വതന്ത്രാവസ്ഥയിലോ അല്ലെങ്കിൽ സംയുക്താവസ്ഥയിലോ കാണപ്പെടുന്നുണ്ട്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണെന്ത്? ഓക്സിജന്. പാറകളിലും മണ്ണിലും ധാരാളം ഓക്സിജൻ സംയുക്തങ്ങളുണ്ട്. കൂടാതെ അന്തരീക്ഷ വായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം എന്തുണ്ട്? ഓക്സിജന് സ്വതന്ത്രാവസ്ഥയിലോ അല്ലെങ്കിൽ സംയുക്ത രൂപത്തിലോ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ പ്രകൃതിയിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. എന്നാൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? നൈട്രജനാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അപ്പോൾ ഇത് സംയുക്തമായിട്ടോ അല്ലെങ്കിൽ സ്വതന്ത്രാവസ്ഥയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. പ്രകൃതിയിൽ ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലാണെന്ന് നമുക്ക് ഈ കാര്യങ്ങളിലൂടെയൊക്കെ ബോധ്യമായല്ലോ. ഇനി ഓക്സിജൻ്റെ അളവാണ് പറയുന്നത്. ഭൂവൽക്കത്തിൽ 45 മുതൽ 50% വരെയുണ്ട്. ജലത്തിലാണെങ്കിൽ 88 മുതൽ 90% വരെയുണ്ട്. ധാതുക്കളിൽ 45% മുതൽ 50% വരെയുണ്ട്. അപ്പോൾ ധാതുക്കളിലും ഭൂവൽക്കത്തിലും ഓക്സിജന് 45 മുതൽ 50% വരെയുണ്ട്. ജലത്തിലാണെങ്കിലോ 88 മുതൽ 90% വരെയുണ്ട്. അന്തരീക്ഷ വായുവിൽ 21% ഉണ്ട്. സസ്യങ്ങളിൽ 60 മുതൽ 70% വരെ, ജന്തുക്കളിലും 60 മുതൽ 70%. അപ്പോൾ സസ്യങ്ങളിലും ജന്തുക്കളിലും 60 മുതൽ 70% വരെയും അന്തരീക്ഷ വായുവിൽ 21% എന്തുണ്ട്?
ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതിലാണ്? ജലത്തിലാണ്. ഓക്സിജൻ്റെ ശതമാനം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതിലാണ്? ജലത്തിലാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. ഏറ്റവും കുറവ് അന്തരീക്ഷ വായുവിലാണ് എന്ത്? ഓക്സിജൻ കാണപ്പെടുന്നത്. സ്വതന്ത്രമായിട്ടാണ്. അന്തരീക്ഷ വായുവിലാണ് എന്ത്? ഏറ്റവും കുറവ് ഓക്സിജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? നൈട്രജനാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഓക്സിജൻ കണ്ടെത്തിയ ആൾ ആരാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണെന്ന് പറഞ്ഞു. കത്തുന്ന വാതകം അഥവാ ഇൻഫ്ലൈമബിൾ എയർ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞു. ജലത്തെ ഉണ്ടാക്കുന്നത് എന്ന വാക്കായ ഹൈഡ്രോജീൻസ് എന്നതിൽ നിന്നാണ് എന്ത്? ഹൈഡ്രജൻ എന്ന പദം ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇനി ഓക്സിജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ കണ്ടെത്തിയത് 1776 അതിൻ്റെ 2 വർഷം മുമ്പാണ് എന്ത്? ഓക്സിജൻ കണ്ടെത്തിയത്. അതാരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് എന്ത്? ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. ജോസഫ് പ്രീസ്റ്റ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് എന്ത്? ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയാണ്. നമ്മുടെ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനായ ലാവോസിയാണ് ഓക്സിജന് ആ പേര് നൽകിയത്. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ആ പേര് നൽകിയത് ആരാണ്? ലാവോസിയാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത്. അപ്പോൾ ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജീൻസ് എന്ന വാക്കിൽ നിന്നാണ് എന്ത്? ഓക്സിജൻ എന്ന പദം ഉണ്ടായത്, അല്ലെങ്കിൽ ആ പേര് സ്വീകരിച്ചത്. അപ്പോൾ ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ആ പേര് സ്വീകരിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്ന വാക്കിൽ നിന്നാണ് എന്ത്? ഹൈഡ്രജൻ എന്ന പേരുണ്ടായത്. ഇവിടെ ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. പേര് നൽകിയത് നമ്മുടെ ലാവോസിയാണ്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനായ ലാവോസിയാണ് എന്ത്? ഓക്സിജൻ ആ പേര് നൽകിയത്. ജോസഫ് പ്രീസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടെത്തിയത്. പേര് നൽകിയത് ലാവോസിയ ആണ്. നോട്ട് ചെയ്ത് വെക്കുക. കണ്ടെത്തിയതും പേര് നൽകിയതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ലാബിൽ ഓക്സിജൻ ഉണ്ടാക്കാനുള്ള ഒരു പരീക്ഷണമാണ്. പരീക്ഷണശാലയിൽ ഓക്സിജനെ നിർമ്മിക്കുന്ന പരീക്ഷണത്തിൻ്റെ ചിത്രം നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കുക. ഓക്സിജൻ നിർമ്മിക്കാൻ എന്തെല്ലാം സാമഗ്രികളാണ് ഉപയോഗിച്ചത്? ഈർപ്പരഹിതമായ ബോയിലിംഗ് ട്യൂബ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റലുകൾ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റലും അതുപോലെ ഈർപ്പരഹിതമായ ബോയിലിംഗ് ട്യൂബും ഇത് ഓക്സിജൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിരിക്കുന്ന ബോയിലിംഗ് ട്യൂബ് ചൂടാക്കുക. ചൂടായി കഴിഞ്ഞാൽ ബോയിലിംഗ് ട്യൂബിലേക്ക് എരിയുന്ന തീപ്പെട്ടി കൊള്ളി കടത്തി നോക്കൂ. എന്താണ് നിരീക്ഷണം? അങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം നമ്മളോട് പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ രാസപ്രവർത്തനം എന്താണ്? വിഘടനം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ വിഘടിക്കുകയാണ്. ഇവിടെ ഉള്ളത് എന്ത് ചെയ്യാണ്? താപം ചെല്ലുമ്പോൾ വിഘടിച്ചുകൊണ്ട് 2 മൂലകങ്ങളായിട്ട് അല്ലെങ്കിൽ സംയുക്തങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിനാണ് എന്ത്? വിഘടനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംയുക്തം വിഘടിച്ച് 2ഓ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണെന്ത്? വിഘടനം. അപ്പോൾ നമ്മൾ ആദേശ പ്രവർത്തനം പഠിച്ചു, സംയോജന പ്രവർത്തനം പഠിച്ചു. ഇവിടെയാണെങ്കിലോ വിഘടനം. അപ്പോൾ വിഘടിപ്പിക്കുകയാണ്. ഒരു സംയുക്തം വിഘടിച്ച് 2ഓ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് വിഘടനം അഥവാ ഡീകോമ്പോസിഷൻ. വിഘടനത്തിന് മറ്റു ഉദാഹരണങ്ങളാണ് എന്ത്? താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു രാസപ്രവർത്തനം നമുക്കറിയാം, ഇത് വിഘടിക്കുന്ന രാസപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംയുക്തം വിഘടിച്ച് 2ഓ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് എന്ത്? ഡീകോമ്പോസിഷൻ അഥവാ വിഘടനം എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് 2NaCl വൈദ്യുതി കടത്തിവിടുമ്പോൾ 2NaCl2 എന്നിങ്ങനെ ആയി മാറുന്നു. അതിൻ്റെ ഉദാഹരണമാണ് നോട്ട് ചെയ്ത് വെക്കുക. ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മാർഗത്തിലൂടെ എന്ത് ചെയ്യാം? ഓക്സിജൻ നിർമ്മിക്കാൻ കഴിയും. ഇനി ഓക്സിജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടിക്ക് ചെയ്യാനാണ്. ഓക്സിജന് നിറമുണ്ടോ? നിറം ഇല്ല. ഗന്ധം ഇല്ല. ജലത്തിലെ ലയത്തോ? ജലത്തിൽ ലയിക്കും. ജ്വലനഭാവോ? കത്താൻ സഹായിക്കും. അപ്പോൾ ഓക്സിജൻ്റെ പ്രത്യേകതകളാണ് നിറമില്ല, ഗന്ധമില്ല. നിറമില്ല, മണമില്ല, അതുപോലെ ജലത്തിൽ ലയിക്കും.
എന്നാൽ ജ്വലന സ്വഭാവം ഉണ്ട്, കത്താൻ സഹായിക്കും. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അതിന് നിറമോ മണമോ ഇല്ല, അത് ജലത്തിൽ ലയിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്സിജൻ്റെ പ്രത്യേകതകളാണ്. നിറമില്ല, ഗന്ധമില്ല, ജലത്തിൽ ലയിക്കും, ജ്വലന സ്വഭാവത്തിൽ എന്താണ്, കത്താൻ സഹായിക്കും. ഇനി ഒരു സ്പാറ്റുലയിൽ അല്പം സൾഫർ എടുത്ത് കത്തിച്ച് നോക്കൂ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ സൾഫർ എന്ത് ചെയ്യും, ഓക്സിജനുമായി ചേർന്നുകൊണ്ട് സംയോജിച്ചുകൊണ്ട് എന്തായി, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അപ്പോൾ സൾഫർ ഓക്സിജനുമായി ചേർന്നുകൊണ്ട് എന്താ ഉണ്ടാവും, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. S+O2 = SO2. ഇതുപോലെ കാർബൺ, ഹൈഡ്രജൻ മുതലായ അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിച്ചാലും എന്തുണ്ടാവും, യഥാക്രമം എന്തൊക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അതുപോലെ ജലം ഉണ്ടാകും. രാസപ്രവർത്തനങ്ങളുടെ സമവാക്യം നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ കാർബണും ഓക്സിജനും പ്രവർത്തിച്ചാൽ എന്താണ്, C+O2 CO2 ആവും, കാർബൺ ഡൈ ഓക്സൈഡ് ആവും. 2H2+O2 ആകുമ്പോൾ എന്താവും, 2H2 ആവും, ജലമായിട്ട് മാറും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഓക്സിജൻ്റെ മറ്റു ഉപയോഗങ്ങൾ എന്തല്ല, ഓക്സിജൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, ജ്വലനത്തിന് ഉപയോഗിക്കും, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കും, അതുപോലെ കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കും. നമ്മളാ പറഞ്ഞ ആശുപത്രികളിൽ കാണുന്ന നമ്മുടെ ഓക്സിജൻ സിലിണ്ടറിൽ എന്താ പറയുക, ശ്വസന വായു നടക്കുന്ന സിലിണ്ടറിൽ നടക്കുന്നത് ഏതാണ്, ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ജ്വലനത്തിന് ഉപയോഗിക്കും, അതായത് കത്താൻ സഹായിക്കുന്ന വാതകമായതുകൊണ്ട്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ എന്ത് ചെയ്യും, ഓക്സികാരിയായിട്ട് ഉപയോഗിക്കും, അതുപോലെ കൃത്രിമ ശ്വസനത്തിന് വേണ്ടി സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്, ഓക്സിജനാണ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം പറഞ്ഞ കാര്യമാണ്. അലുമിനിയം, അയൺ തുടങ്ങിയ വിവിധ ലോഹങ്ങൾ എന്ത് ചെയ്യും, കാലക്രമേണ തിളക്കം ഇല്ലാതാവുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഓക്സിജൻ ഈ ലോഹങ്ങളുമായി പ്രവർത്തിച്ചിട്ട് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നതാണ് എന്ത്, ഇങ്ങനെ ഈ തിളക്കം ഇല്ലാതാവാൻ കാരണം. അപ്പോൾ അലുമിനിയം, അയൺ എന്നിവയുടെ തിളക്കം ഇല്ലാതാക്കാൻ കാരണം എന്താണ്, ഓക്സിജന് അവയുമായി പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഓക്സൈഡുകൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യും, അലുമിനിയം, അയൺ എന്നിവയുടെ തിളക്കം നഷ്ടപ്പെടുന്നത്. ഓക്സിജനുമായി പ്രവർത്തിച്ചുകൊണ്ട് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്താണ്, അലുമിനിയത്തിൻ്റെയും അതുപോലെ എന്ത് ചെയ്യും, മറ്റേ ഇരുമ്പ് അയൺ എന്നിവയുടെയൊക്കെ എന്ത് ചെയ്യും, തിളക്കം നഷ്ടപ്പെടാൻ കാരണവും ഈ ഓക്സിജനാണ്. ഇനി ജൈവ വിഘടനം. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ജൈവ വിഘടനത്തിന് വിധേയമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അവയിലെ ജൈവ തന്മാത്രകളിൽ ബാക്ടീരിയ, ഫംഗസ് എന്നീ സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യും, പ്രവർത്തിക്കുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ വിഘടനം നടക്കുന്നത്. ഈ സൂക്ഷ്മജീവികൾ ജൈവ തന്മാത്രകളെ ഓക്സീകരിച്ചാണ് അവയുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന ഈ വിഘടനം, ജൈവ വിഘടനം നടക്കുന്നതിനും കാരണം എന്താണ്, ഓക്സിജനാണ്. അപ്പോൾ ഈ ബാക്ടീരിയയും ഫംഗസൊക്കെ ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾ എന്താണ് ചെയ്യുന്നത്, ജൈവ തന്മാത്രകളെ ഓക്സീകരിച്ചു കൊണ്ടാണ് ഈ വിഘടനം നടത്തുന്നത്. അങ്ങനെ ഓക്സീകരിച്ച് അതിൽ നിന്നാണ് എന്ത് ചെയ്യും, ഇവയ്ക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത്. അങ്ങനെ ഓക്സീകരിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണ് ജൈവ വിഘടനം നടക്കുന്നത്. അപ്പോൾ ഓക്സിജൻ അവിടെയും ആവശ്യമാണ്. പിന്നെ അലുമിനിയം, അയൺ ഇവയുടെ തിളക്കം നഷ്ടപ്പെടാനുള്ള കാരണം പറഞ്ഞു, മറ്റുപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഓസോൺ. 2 ആറ്റങ്ങൾ ചേർന്ന ദ്വയാറ്റോമിക തന്മാത്രയായാണ് എന്ത്, ഓക്സിജൻ കണ്ടുവരുന്നത്. അപ്പോൾ ഓക്സിജൻ എന്താണ്, ദ്വയാറ്റോമിക തന്മാത്രയാണ്. എപ്പോഴും 2 തന്മാത്രകൾ ചേർന്നിട്ടാണ് എന്താണ്, ഓക്സിജനെ നമ്മൾ കാണപ്പെടുന്നത്. എന്നാൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാൽ എന്താണ്, ത്രയാറ്റോമിക തന്മാത്രയാണ് എന്ത്, ഓസോൺ അഥവാ O3. അപ്പോൾ ഓക്സിജനെ നമ്മൾ എന്ത് ചെയ്യാണ്, 2 തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ 2 തന്മാത്രകൾ അഥവാ ദ്വയാറ്റോമിക തന്മാത്രകളായാണ് കാണപ്പെടുന്നത്. എന്നാൽ ത്രയാറ്റോമിക തന്മാത്രകൾ അഥവാ ട്രയാറ്റോമിക് തന്മാത്രകളായി 3 ഓക്സിജൻ തന്മാത്രകൾ ചേർന്നാൽ അതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, ഓസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, O3 ആണ്. 3 ഓക്സിജൻ തന്മാത്രകൾ ചേർന്നതാണ് എന്ത്, ഓസോൺ. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത്, ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. നമ്മൾ
ഓസോൺ പാളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശദീകരിച്ച കാര്യമാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഓസോൺ മൂലകങ്ങളുടെ ഒരു കേന്ദ്രമാണെന്ത് ഓസോൺ പാളി എന്നറിയപ്പെടുന്നത്. ഓസോൺ മൂലകങ്ങൾ തുടർച്ചയായി കാണപ്പെടുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നതാണ് എന്ത് 3 ഓക്സിജൻ തന്മാത്രകൾ കൂടിച്ചേർന്നതാണ് ഓസോൺ അഥവാ ഓസോൺ വാതകം ഓസോൺ വാതകം എന്ന് പറയുന്നത്. ഈ ഓസോൺ വാതകങ്ങൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് എന്ത് ഓസോൺ പാളി എന്ന് പറയുന്നത്. അത് അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ ഓസോൺ പാളി കാണപ്പെടുന്നത്. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിപ്പിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ O2 തന്മാത്രയുമായി സംയോജിച്ച് O3 തന്മാത്രയായി മാറുന്നു. എന്ത് ചെയ്യണം, അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്തുകൊണ്ട് വിഘടിപ്പിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഓക്സിജൻ ആറ്റങ്ങൾ O2 തന്മാത്രകളുമായി സംയോജിച്ചുകൊണ്ടാണ് O3 തന്മാത്രയായി മാറുന്നത്, അഥവാ ഓസോണായിട്ട് മാറുന്നത്. ഇനി അതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3O2, അപ്പോൾ അൾട്രാവയലറ്റ് വികിരണം എന്താവും 3O3 2O3 ആയി മാറും. ഓസോൺ ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായി മാറും. അപ്പോൾ ഓസോൺ എന്ത് ചെയ്യും, ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്തുകൊണ്ട് വീണ്ടും ഓക്സിജനായി മാറും. അപ്പോൾ ഈ ചാക്രിക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എന്താണ്, അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊരു ചാക്രികമായ പ്രക്രിയയാണ്. ഇങ്ങനെ ചാക്രികമായി ഈ പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് എന്ത് അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ അളവ് സ്ഥിരമായി നിൽക്കാൻ കാരണം. അതിൻ്റെ നമുക്കിവിടെ ഗ്രാഫായിട്ട് തന്നിട്ടുണ്ട്. അൾട്രാവയലറ്റ് വികിരണം അത് O3 ആവും, വീണ്ടും അത് O2 ആവും. അപ്പോൾ ഇതിങ്ങനെ ചാക്രികമായി നടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഓസോണിൻ്റെ അളവ് അവിടെ കുറയാതെ നിൽക്കുന്നത്. ഓസോൺ ശോഷണം എന്നുള്ളത് ഓസോൺ പാളിക്കുള്ള സുഷിരം എന്നുള്ളതും അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ ആ മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് നോക്കുക. അപ്പോൾ ഈ അൾട്രാ വയലറ്റ് എന്ത് ചെയ്യും, ഈ തടഞ്ഞുകൊണ്ട് എന്താണ് ഹാനികരമായ ഈ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിലെത്താതെ തടയുന്നത് ഈ ഓസോൺ പാളികളാണ്, ഈ ഓസോൺ വാതകങ്ങളാണ്. ഇനി ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നമ്മൾ ഈ ഓസോണിൻ്റെ കാര്യം പറയുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്നറിയപ്പെടുന്നത്. ക്ലോറിന്, ഫ്ലൂറിന്, കാർബൺ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളാണ് ഇത് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC. അപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ക്ലോറിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, കാർബൺ ഉണ്ട്. അപ്പോൾ ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളാണ് CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഇവയെ മർദ്ദം പ്രയോഗിച്ച് എളുപ്പത്തിൽ നമുക്ക് ദ്രവീകരിക്കാൻ കഴിയും. ദ്രവീകരിച്ച CFCകൾ എന്ത് ചെയ്യും, ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് റെഫ്രിജറേറ്റർ, AC എന്നിവയിലൊക്കെ ഇവയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെഫ്രിജറേറ്റർ, AC എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, ഈ ക്ലോറോ ഫ്ലൂറോ കാർബണുകളെയാണ്. ഇവിടെ പ്രത്യേകത എന്താണ്, മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഇവയെ ദ്രവീകരിക്കാൻ കഴിയും. അപ്പോൾ ദ്രവീകരിച്ച ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ത് ചെയ്യും, ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാകും. അപ്പോൾ AC, ഫ്രിഡ്ജ് എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ക്ലോറോ ഫ്ലൂറോ കാർബണുകളെയാണ്. അപ്പോൾ ഈ ACയും ഫ്രിഡ്ജൊക്കെ എന്ത് ചെയ്യും, അത് ഉപയോഗശൂന്യമായാലും എന്താ സംഭവിക്കുക, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ പുറത്തു വരും. ഓസോൺ പാളിയുടെ ശോഷണത്തിന് CFC കാരണമാകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഫ്രിഡ്ജ് അതുപോലെ AC ഒക്കെ ഉപയോഗശൂന്യമായിട്ടാൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ പുറത്തു വരും. അത് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകും. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് എന്ത് സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത്. നമ്മൾ മുൻമോടികളിൽ പറഞ്ഞതാണ്, അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ 16. ACകളിലും റെഫ്രിജറേറ്ററുകളിലും ഉപയോഗിക്കുന്നത് ഏതാണ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. അതിൻ്റെ ഏതൊക്കെയാണ് അതിലെ മൂലകങ്ങൾ, ക്ലോറിന്, ഫ്ലൂറിന്, കാർബൺ. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഓസോൺ പാളിയുടെ ശോഷണം, ഇത് നമ്മൾ മുന്നേ ചാപ്റ്ററിൽ വിശദമായി പഠിച്ചതാണ്, എങ്കിൽ കൂടി ഇതിൽ പഠിക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകും.
അന്തരീക്ഷത്തിൽ കലരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി എന്ത് ചെയ്യും? സ്വയം വിഘടിച്ചുണ്ടാകുന്ന ക്ലോറിൻ വിഘടിച്ചുണ്ടാകുന്ന ക്ലോറിൻ എന്ത് ചെയ്യും? ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ചുകൊണ്ട് ഓക്സിജനാക്കി മാറ്റും. ഇത് ഓസോൺ ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ എന്ത് ചെയ്യും? അസന്തുലിതമാക്കും. അപ്പോൾ ഈ അന്തരീക്ഷ വായുവിൽ കലരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ത് ചെയ്യും? അവരും അത് ഓക്സിജൻ ആറ്റത്തെ ഓസോൺ ആറ്റത്തെ വിഘടിപ്പിച്ച് ഓക്സിജൻ ആറ്റം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ചാക്രിക പ്രക്രിയ ഉണ്ട്, അത് ഇല്ലാതാവും. അതായത് ഓസോണും അതുപോലെ അൾട്രാ വയലറ്റ് രശ്മികളും തമ്മിലുള്ള ആ ഒരു ചാക്രിക പ്രക്രിയ ഉണ്ട്, അതിനെ ഇത് ഇല്ലാതാക്കും. അപ്പോൾ അത് നടക്കില്ല, കാരണം വീണ്ടും ഓക്സിജൻ ആവില്ല. ഓക്സിജൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ വീണ്ടും അതിനെ ആഗിരണം ചെയ്തുകൊണ്ട് അത് ഓസോൺ ആകുന്നതിലൊക്കെ തടസ്സങ്ങൾ വരും. ഇത് ഈ ചാക്രിക പ്രവാഹത്തെ അസന്തുലിതമാക്കുന്നതാണ് എന്ത്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഓസോൺ സുഷിരത്തിന് കാരണമാകുന്നത്. അന്തരീക്ഷത്തിലെ ഓസോണിനുണ്ടാകുന്ന ശോഷണം അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ ആഗിരണത്തിൽ കുറവുണ്ടാക്കും. അൾട്രാ വയലറ്റ് വികിരണങ്ങൾ അമിതമായി ഭൂമിയിലെത്തുന്നത് ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷമാണ്. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കി ജീവജാലങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഇന്ന് CFC മിക്ക രാജ്യങ്ങളിലും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ദോഷകരമായ CFCക്ക് പകരം മറ്റു സംയുക്തങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഇത് ഓസോൺ പാളിയുടെ ശോഷണ നിരക്ക് കുറയാൻ സഹായകമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മോൺട്രിയൽ പ്രോട്ടോക്കോളും ക്യോട്ടോ പ്രോട്ടോക്കോളും എന്നിവയൊക്കെ നമ്മൾ ആ മൊഡ്യൂളിൽ പഠിച്ചതാണ് വിശദമായിട്ട്. അപ്പോൾ കാണാത്തവർ ആ മൊഡ്യൂളൊന്ന് പോയി കാണുക. ഓക്കെ. ഇനി അന്തരീക്ഷ പാളികൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞത്. നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോണുകൾ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അന്തരീക്ഷ പാളികൾ ഏതാണെന്നുള്ളത് പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാം. ഇതും നമ്മൾ പഠിച്ചതാണ്, വിശദമായിട്ട് തന്നെ പഠിച്ചതാണ്. ഒന്നിൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം കൂടുന്തോറും താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം അനുസരിച്ചുകൊണ്ടാണ് ഭൂമിയുടെ അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്തോറും താപനിലയിൽ വ്യതിയാനം ഉണ്ടാകും, ചൂട് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തെ എങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്? 5 പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്നു. അന്തരീക്ഷ പാളിയാണിത്. അതായത് ഭൗമോപരിതലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഉപരിതലം മുതൽ 8 to 14.5 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. അളവുകളൊന്ന് നോക്കുക. ഉപരിതലം മുതൽ 8 മുതൽ 14.5 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കും ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നതും എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ ഓസോൺ കാണുന്നത് എന്ന് പറഞ്ഞു. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിൽ കാണപ്പെടുന്നു. ഓസോൺ പാളികൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഞാനിതിങ്ങനെ ഓടിച്ച് പറയുന്നത് ഇത് ഒരു വട്ടം നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഓടിച്ച് പറയുന്നത്. ആ മൊഡ്യൂൾ കണ്ടവർക്കറിയാം. ഇനി മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ താപനില ഏറ്റവും കുറവുള്ള പാളിയാണ് ഏറ്റവും കുറവുള്ള ഈ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലാണ്. 85 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ താപനില ഏറ്റവും കുറവുള്ള പാളിയാണ്. സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നു. 85 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ച് കിടക്കുന്നു. അടുത്തത് തെർമോസ്ഫിയർ ആണ്. സൂര്യൻ്റെ ചൂട് മൂലം ഈ പാളിയുടെ താപനില വളരെ കൂടുതലാണ്. ഏകദേശം 600 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. തെർമോസ്ഫിയർ പറയുമ്പോൾ സൂര്യൻ്റെ ചൂട് മൂലം ഇവിടെ താപനില വളരെ കൂടുതലാണ്. ഏകദേശം 600 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. അടുത്തത് എക്സോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിൻ്റെ അടുത്ത പാളിയാണ് എക്സോസ്ഫിയർ. 10,000 കിലോമീറ്റർ വരെ ബഹിരാകാശത്തേക്ക് വ്യാപിച്ച് കിടക്കുന്നതാണ് എക്സോസ്ഫിയർ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 5 അന്തരീക്ഷ പാളികൾ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത വാതകമാണ് നൈട്രജൻ. നമ്മളിപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നതാണ് ഈ മൊഡ്യൂളെങ്കിലും നമ്മൾ ഈ നൈട്രജന് കൂടി പഠിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം. നമ്മൾ പറഞ്ഞ അന്തരീക്ഷ വായുവിലെ മുഖ്യ ഘടകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ നൈട്രജൻ വാതകത്തിൻ്റെ അളവ് കൂടിയിരിക്കുന്നതിനോടുള്ള പ്രയോജനം എന്താണ് എന്നുള്ളത്. നൈട്രജൻ തന്മാത്രയിൽ ത്രിബന്ധനമാണ് നടക്കുന്നത്. അപ്പോൾ
അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ. നൈട്രജൻ തന്മാത്രയിൽ നടക്കുന്നത് എന്താണ്? ത്രിബന്ധനമാണ്. ശക്തമായ ഈ ബന്ധനം മൂലം നൈട്രജൻ നിഷ്ക്രിയമാണ്. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ്റെ സാന്നിധ്യത്തിലാണ് ജ്വലനം നടക്കുന്നത്. ജ്വലന നിരക്ക് നിയന്ത്രിക്കുന്നത് നൈട്രജന് വലിയ പങ്കാണ് ഉള്ളത്. നൈട്രജൻ തന്മാത്രയിൽ ത്രിബന്ധനമാണ്. അതുപോലെ ഓക്സിജൻ അന്തരീക്ഷ വായുവിലാണ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിലാണ് ജ്വലനം നടക്കുന്നത്. അപ്പോൾ ജ്വലന നിരക്ക് നിയന്ത്രിക്കാനും സഹായിക്കുന്നത് നൈട്രജനാണ്. സസ്യ വളർച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അനിവാര്യമായ മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിലെ നൈട്രജൻ ധാരാളം ഉണ്ടെങ്കിലും സസ്യങ്ങൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പം നമ്മൾ പറഞ്ഞു നൈട്രേറ്റുകളാക്കി റൈസോബിയം പോലുള്ള ബാക്ടീരിയകൾ നൈട്രേറ്റുകളാക്കി മാറ്റി മണ്ണിൽ ലയിപ്പിച്ച് അങ്ങനെയാണ് അത് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. നൈട്രജൻ സംയുക്താവസ്ഥയിൽ മണ്ണിൽ കലരുമ്പോൾ സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന ബാക്ടീരിയകളാണ് റൈസോബിയം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇടിമിന്നലുണ്ടാകുമ്പോൾ നൈട്രജൻ തന്മാത്രയിലെ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടുകയും നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ച് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇടിമിന്നലുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നൈട്രജൻ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകും. ഇപ്രകാരമുള്ള നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ച് എന്ത് ചെയ്യും? നൈട്രജൻ ഓക്സൈഡും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നൈട്രജൻ ഓക്സൈഡും ഉണ്ടാകും. നൈട്രജൻ ഡൈ ഓക്സൈഡ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് നൈട്രിക് ആസിഡായിട്ട് മണ്ണിലെത്തും. അപ്പോൾ നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ചിട്ട് നൈട്രിക് ആസിഡായിട്ട് മണ്ണിലെത്തും. ഈ നൈട്രജൻ സ്ഥിരീകരണം സസ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടിയുടെ വേരുകളിലെ റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജനെ ആഗിരണം ചെയ്ത് സംയുക്തങ്ങളാക്കുന്നു. ഇത് മണ്ണിൻ്റെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുന്നു. അപ്പോൾ റൈസോബിയം പയർവർഗ്ഗങ്ങളിലെ ബാക്ടീരിയ എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കളുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന നൈട്രേറ്റ് ലവണങ്ങൾ ചെടികൾ വലിച്ചെടുക്കുന്നു. അതിനാൽ ഇടിമിന്നൽ സസ്യങ്ങൾക്ക് അനുഗ്രഹമാണ്. അപ്പോൾ ഇടിമിന്നലിൻ്റെ കാര്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇടിമിന്നൽ സസ്യങ്ങൾക്ക് അനുഗ്രഹമാണ്. അതിങ്ങനെ മഴയിലൂടെ എത്തും. നൈട്രജൻ ഓക്സൈഡ് ആവും, നൈട്രജൻ ഡൈ ഓക്സൈഡ് ആവും. പിന്നീട് അത് മഴവെള്ളത്തിൽ ചേർന്ന് ഭൂമിയിലെത്തും. അതെന്ത് ചെയ്യും? മണ്ണിലെ ധാതുക്കളുമായി പ്രവർത്തിച്ച് നൈട്രേറ്റ് ലവണങ്ങളാവും. ആ ലവണങ്ങളെ ചെടികൾ വലിച്ചെടുക്കും. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ ലഭിക്കുന്നതിനുള്ള മാർഗം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ചീഞ്ഞഴുകുന്നതിൽ. അപ്പോൾ ഇടിമിന്നൽ സസ്യങ്ങൾക്ക് ഉപകാരമാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? അതിനുള്ളൊരു മാർഗ്ഗം എന്താണ്? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ മണ്ണിൽ ചീഞ്ഞഴുകുമ്പോഴാണ് കൂടുതൽ പോഷണങ്ങൾ ലഭിക്കുന്നത്. ഇനി ഇവിടെ അതൊന്നുമില്ല. ഇനി ജൈവവളത്തിൻ്റെ പ്രയോഗം എന്നൊക്കെ പറഞ്ഞു. ഇനി നൈട്രജൻ്റെ മറ്റു ഉപയോഗങ്ങൾ എന്തെല്ലാം എന്നുള്ളത് കൂടി നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. നൈട്രജൻ്റെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ വാഹനങ്ങളുടെ ടയറുകളിൽ നിറക്കുന്നതിന് ഉപയോഗിക്കുന്നു. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. ദ്രവീകരിച്ച നൈട്രജൻ എന്താണ്? ശീതീകാരിയായി ഉപയോഗിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കാൻ എന്ത് ചെയ്യും? നൈട്രജൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണം, വാഹനങ്ങളുടെ ടയറുകളിൽ നിറക്കുന്നതിന് ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിനും നൈട്രജൻ ഉപയോഗിക്കുന്നു. അടുത്ത വാതകമാണ് ക്ലോറിൻ. ജലശുദ്ധീകരണത്തിന് ബ്ലീച്ചിങ് പൗഡർ ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗന്ധം പരിചിതമല്ലേ? ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ക്ലോറിനാണ്. അതിൻ്റെ ഗന്ധമാണ് അത് ആ ബ്ലീച്ചിങ്ങിൽ. അപ്പോൾ ക്ലോറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമാണ് ക്ലോറിൻ എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്ലോറിൻ്റെ കണ്ടെത്തൽ നോക്കാം. വില്യം ഷീലയാണ് എന്ത് ചെയ്യുന്നത്? കാൾ വില്യം ഷീല എന്ന ശാസ്ത്രജ്ഞനാണ് ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത്. കാൾ വില്യം ഷീല എന്ന ശാസ്ത്രജ്ഞനാണ് 1774 ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത്. എന്നാൽ അതൊരു മൂലകമാണെന്ന് കാൾ വില്യം ഷീലെ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ക്ലോറിൻ കണ്ടെത്തിയത് കാൾ വില്യം ഷീലയാണ് 1774. പക്ഷേ അതെന്താണ്? അതൊരു മൂലകമാണെന്ന് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. 1810
ഹംഫ്രി ഡേവിയാണ് ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത്. പച്ച കലർന്ന മഞ്ഞ എന്ന് അർത്ഥം വരുന്ന ക്ലോറോസ് എന്ന പദത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന പേര് വന്നത്. അപ്പോൾ ക്ലോറിനുമായി ബന്ധപ്പെട്ട 2 പേരുകൾ പഠിക്കുക. ആദ്യത്തെ പേര് കാൾ വില്യം ഷീലയാണ് ക്ലോറിൻ കണ്ടെത്തിയത്. എന്നാൽ അദ്ദേഹത്തിന് അത് മൂലകമാണെന്ന് അറിഞ്ഞിരുന്നത്. എന്നാൽ ഹംഫ്രി ഡേവി എന്ത് ചെയ്തു? ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ കാൾ വില്യം ഷീലെ, അതേപോലെ ഹംഫ്രി ഡേവി. ക്ലോറിൻ എന്ന വാക്ക് വന്നത് ക്ലോറസ് എന്ന പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പച്ച കലർന്ന മഞ്ഞ എന്നർത്ഥം വരുന്ന ക്ലോറസ് എന്ന വാക്കിൽ നിന്നാണ് ക്ലോറിൻ എന്ന പേര് ലഭിച്ചത്. ഇനി ക്ലോറിൻ്റെ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അവിടെ അതൊന്നും ഒക്കെ സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ 1-ാം ലോക യുദ്ധകാലത്ത് ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങളിൽ പ്രധാനം ക്ലോറിൻ വാതകമായിരുന്നു. രാസായുധ പ്രയോഗത്തിലൂടെ അന്ന് ആളുകൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് മാരകമായ പരിക്കേറ്റു. എന്നാൽ ഇന്ന് ക്ലോറിൻ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന അണുനാശിനികളിൽ പ്രധാനപ്പെട്ടതാണ്. നിരവധി ക്ലോറിൻ സംയുക്തവും നാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 1-ാം ലോക യുദ്ധകാലത്ത് ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധം ഏതാണ്? ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിനാണ് 1-ാം ലോക മഹായുദ്ധ സമയങ്ങളിൽ ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധം. ഇന്ന് നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നത് ജലശുദ്ധീകരണത്തിനാണ്. ഇനി ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനം. ഈർപ്പരഹിതമായ ക്ലോറിൻ നിർമ്മിച്ച് 2 ജാറുകളിൽ ശേഖരിക്കുക. ഒരു ജാറിലേക്ക് ലിറ്റ്മസ് പേപ്പർ, അങ്ങനെ പരീക്ഷണം ചെയ്യാനാണ്. അപ്പോൾ അതും പരീക്ഷണങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കണ്ട, സ്കിപ്പ് ചെയ്യാം. HOCl വിഘടനമായി കണക്കാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇനി ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കും, കീടനാശിനി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കും, തുണികളിലെയും മറ്റും കറ കളയുന്നതിന് ഉപയോഗിക്കും, ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കും, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കും. ക്ലോറിൻ്റെ ഉപയോഗം എന്താണ്? ബ്ലീച്ചിങ്ങിന്, കീടനാശിനി നിർമ്മിക്കുന്നതിന്, തുണികളിലെയും മറ്റും കറ കളയുന്നതിന് നമ്മൾ ക്ലോറക്സ് ഉപയോഗിക്കാറില്ലേ, അതുപോലെ ജലശുദ്ധീകരണം, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണം. ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ ബ്ലീച്ചിങ്, കീടനാശിനി നിർമ്മാണം, തുണികളിലെയും മറ്റും കറ കളയുന്നതിന് ജലശുദ്ധീകരണം, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണം. ഇനി ഇവിടെ ക്ലോറൈഡുകളെ തിരിച്ചറിയുന്ന വിധം എന്നുള്ളതൊക്കെ, ഇനി ഇവിടെ 2 പോയിൻ്റുകൾ മാത്രം നോക്കിയാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാം. തന്നിരിക്കുന്ന ലവണ ലായനികളിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെയുള്ള വെളുത്ത അവശിഷ്ടം ഉണ്ടാവുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ അതാണെന്ത്? ക്ലോറൈഡ് ലവണം എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. അപ്പോൾ ലവണ ലായനിൽ എന്ത് ചെയ്യും? സിൽവർ നൈട്രേറ്റ് ചേർത്തിട്ട് തൈര് പോലെ വെളുത്ത അവശിഷ്ടം ഉണ്ടാവും. അത് അമോണിയ ലായനിൽ ലയിക്കുകയും ചെയ്താലാണ് അതാണ് ക്ലോറൈഡ് ലവണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 2 സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചു മാറി പുതിയ 2 സംയുക്തങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണെന്ത്? ദ്വിവിഘടനം. നമ്മൾ വിഘടനം പഠിച്ചതാണ്. ഇനി ദ്വിവിഘടനം അഥവാ ഡബിൾ ഡീകോമ്പോസിഷൻ എന്താണ്? 2 സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചു മാറി പുതിയ സംയുക്തങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് ദ്വിവിഘടനം. 2 സംയുക്തങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചു മാറി പുതിയ സംയുക്തങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണെന്ത്? ദ്വിവിഘടനം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നുള്ള നമ്മളെ മൊഡ്യൂൾ ഈ ഒരു ചാപ്റ്റർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു മൊഡ്യൂളും ഈ ഒരു ചാപ്റ്ററും അവസാനിച്ചു. അപ്പോൾ മറ്റൊരു മൊഡ്യൂളുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.